ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. നിങ്ങൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ചാർട്ടുകൾ അനലൈസ് ചെയ്യുമ്പോൾ വളരെ ഈസിയാണ് ട്രേഡിംഗ് എന്നും ഇതൊരു നല്ലൊരു ട്രേഡിംഗ് സെറ്റപ്പ് ആണ്, ഇതൊരു നല്ലൊരു എൻട്രി ആണ്, അല്ലെങ്കിൽ നമ്മളെ തന്നെ വളരെ ഒരു ജീനിയസ് ആണെന്ന് പല ആൾക്കാരും വിചാരിക്കും. പക്ഷേ ലൈവ് മാർക്കറ്റിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ ആകെ പാനിക് ആകും. നമ്മൾ ഒരുപാട് മിസ്റ്റേക്കുകൾ ചെയ്യും, ഒരുപാട് സംശയങ്ങൾ നമുക്ക് അവിടെ ഉണ്ടാകും. ചിലപ്പോൾ തല കറങ്ങും നമ്മൾ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് കണ്ടിട്ട്, റൈറ്റ്? ചിലപ്പോൾ നല്ലൊരു എൻട്രി ആയിരിക്കും, പക്ഷേ നിങ്ങൾക്ക് എൻട്രി കറക്റ്റായിട്ട് എടുക്കാൻ വേണ്ടി പറ്റില്ല. ചിലപ്പോൾ മുൻപേ എൻട്രി എടുക്കും, ചിലപ്പം ലേറ്റായിട്ട് എൻട്രി എടുക്കും, ചിലപ്പം ഡൗട്ടുകൾ കൊണ്ട് എൻട്രിയേ എടുക്കില്ല. ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ മുൻപിൽ. അപ്പം നിങ്ങൾ ഒറ്റക്കല്ല, ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നും എന്താണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്നുമാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ ഓഫ് മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ചാർട്ട് അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് യാതൊരു രീതിയിലുള്ള പ്രഷർ അവിടെ ഇല്ല, യാതൊരു രീതിയിലുള്ള സമ്മർദ്ദം നമുക്ക് അവിടെ ഇല്ല, റൈറ്റ്? ലൈക്ക് ഒരു ക്രിക്കറ്റ് മാച്ച്, ഫൈനൽ ക്രിക്കറ്റ് മാച്ച് നമ്മൾ ഹൈലൈറ്റ്സ് കാണുന്ന പോലെയാണ്. നമുക്ക് ഓൾറെഡി അതിൻ്റെ റിസൾട്ട് അറിയാം, അതുകൊണ്ട് തന്നെ നമ്മൾ യാതൊരു രീതിയിലും ഒരു പ്രഷർ ഉണ്ടാവില്ല. ട്രേഡിങ്ങിൽ അതുപോലെ തന്നെയാണ്, നമുക്ക് യാതൊരു രീതിയിലും പ്രഷർ ഉണ്ടാവില്ല. കാരണം നമുക്ക് നോ ലോസ് അല്ലേ, നമുക്ക് അവിടെ പ്രത്യേകിച്ച് നഷ്ടങ്ങളൊന്നും വരുന്നില്ല, റിയൽ മണി ഇൻവോൾവ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് പ്രത്യേകിച്ച് പ്രഷർ നമുക്ക് ഉണ്ടാകില്ല, സമ്മർദ്ദങ്ങൾ ഉണ്ടാകില്ല, നമ്മൾ വളരെ കാമായിരിക്കും. പക്ഷെ ലൈവ് മാർക്കറ്റിലോട്ട് വരുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ 9:15 മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നെക്സ്റ്റ് 5 മിനിറ്റിനുള്ളിൽ വളരെ വലിയൊരു ബിഗ് ക്യാൻഡിൽ ഫോർമേഷൻ നടത്തി, അല്ലെങ്കിൽ വളരെ വലിയൊരു റെഡ് ക്യാൻഡിൽ ഫോർമേഷൻ നടത്തി, ഏതെങ്കിലും ലെവൽ റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്തു. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളുടെ ബ്രെയിനിൽ ഒരു സ്വിച്ച് ഇട്ട പോലെ ലോജിക്കൽ തിങ്കിങ്ങിൽ നിന്ന് മാറി ഇമോഷണൽ ആകും. ഇതാണ് പല ആൾക്കാർക്കും സംഭവിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ടാണ് ലൈവ് മാർക്കറ്റ് ഹാർഡ് ആവുന്നത്. പെട്ടെന്ന് ഒരു സ്വിച്ച് ഇട്ട പോലെ മാറും. നമ്മൾ പെട്ടെന്ന് ലോജിക്കൽ നല്ല രീതിയിലൊക്കെ അനലൈസ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ലോജിക്കിൽ നിന്ന് മാറി ഇമോഷനിലോട്ട് മാറും. അപ്പോൾ ഇമോഷനിലോട്ട് മാറുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന കാര്യം ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഫോമോ ട്രേഡിങ്, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്, പിന്നെ നമുക്ക് പറയും ഗ്രീഡ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അയ്യോ ഈ ഒരു എൻട്രി ഇപ്പോൾ മിസ് ആകുമോ എന്നുള്ളൊരു പേടി. എന്നാൽ പിന്നെ ഒരു എൻട്രി എടുക്കാം, ചിലപ്പോൾ ഓടി കയറി ഒരു ട്രേഡ് എടുക്കും. പല ആൾക്കാരും ചെയ്യുന്നതാണ്. പെട്ടെന്ന് കയറി ലൈവ് മാർക്കറ്റിൽ ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ പെട്ടെന്ന് ഒരു ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന സമയത്തിന് ഓടിക്കേറി ലോജിക്കൽ വേയിൽ നിന്ന് മാറി പെട്ടെന്ന് ഇമോഷണൽ ആയിട്ട് ഓടിക്കേറി ട്രേഡ് എടുക്കും. പിന്നെ അത് ഗ്രീഡ് ആകും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇമോഷണൽ വരുന്ന സമയത്ത് വരും. നമ്മൾ പിന്നീട് മാർക്കറ്റിൽ ചാർട്ട് അനലൈസ് ചെയ്യുന്നത് ലോജിക്കലി ആയിരിക്കില്ല, ജസ്റ്റ് ഇമോഷണലി മാത്രമായിരിക്കും, റൈറ്റ്? പിന്നെ ഒരു കാര്യം നമുക്ക് പറയാനുള്ളത്, മാർക്കറ്റ് മൂവ് ഫാസ്റ്റർ, റൈറ്റ്? മാർക്കറ്റ് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് മൂവ്മെൻറ്റ് ചെയ്യുന്നത്. നമ്മുടെ ചിന്തകളെക്കാട്ടും ഫാസ്റ്റ് ആയിട്ടായിരിക്കും മാർക്കറ്റ് മൂവ്മെൻറ്റ് ചെയ്യുന്നത്, റൈറ്റ്? മാർക്കറ്റ് മൂവ് ഫാസ്റ്റർ ദാൻ അവർ തോട്ട്സ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓഫ് മാർക്കറ്റിൽ ക്ലോസ് മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റിൽ അവിടെ മൂവ് ചെയ്യുന്നില്ല, അവിടെ സ്റ്റേബിളാണ്. നമ്മൾ ഓരോ ക്യാൻഡിലും അവിടെ സ്റ്റേബിളാണ്. അവിടെയാണ് നമ്മൾ കൂടുതൽ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഈ ഒരു കാര്യം മാർക്കറ്റിലെ ക്യാൻഡിൽ സ്റ്റിക്ക് മൂവ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലൈവ് മാർക്കറ്റിൽ വരുന്ന സമയത്ത് അത് മൂവ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഇമോഷണൽ തിങ്കിങ്ങിലോട്ട് വരാനുള്ള സാധ്യതകളുണ്ട്. പെട്ടെന്ന് ആ ഒരു മൂവ്മെൻറ്റ് കാണുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ ചിന്തകളെക്കാട്ടും ഫാസ്റ്റായിട്ടായിരിക്കും മൂവ്മെൻറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഓടിക്കേറി എൻട്രി എടുക്കാനും, അല്ലെങ്കിൽ ഒരുപാട് ഡൗട്ടുകൾ വന്നിട്ട് ചിലപ്പോൾ എൻട്രി എടുക്കാതിരിക്കാനും പേടി ഉണ്ടാകാനൊക്കെ കാരണങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ എപ്പോഴും ലൈവ് മാർക്കറ്റിൽ അറ്റ്ലീസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, റൈറ്റ്? മാർക്കറ്റ് എങ്ങനെയാണ് മൂവ്മെൻറ്റ് ചെയ്യുന്നത്, എത്ര ഫാസ്റ്റ് ആയിട്ടാണ് മൂവ്മെൻറ്റ് ചെയ്യുന്നത്, കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ലൈവ് മാർക്കറ്റിലുള്ള ഒരു കാര്യങ്ങൾ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഇന്നത്തെ മാർക്കറ്റിൽ നമ്മൾ ലൈവ് മാർക്കറ്റ് വാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് തോന്നുന്നു വളരെ ഫാസ്റ്റ് ക്വിക്കലി ആയിട്ടാണ് പ്രൈസ് മൂവ്മെൻറ്റ് ചെയ്യുന്നതെന്നൊക്കെ, അല്ലേ? എല്ലാവർക്കും തോന്നാറുണ്ട് അല്ലേ? വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ബ്രെയിനിനെ ബാധിക്കുകയും ചെയ്യും, നമ്മുടെ ഇമോഷനെ ബാധിക്കുകയും ചെയ്യും. പക്ഷേ അതേ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ നോക്കുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് തോന്നും, കാരണം അവിടെ മൂവ്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്, റൈറ്റ്? പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ ഒരു ലോജിക്കിൽ നിന്ന് ഇമോഷനിലോട്ട് പോകുന്ന സമയത്ത് വി ഫോർഗോട്ട് എവറിത്തിങ്. നമ്മളെല്ലാ കാര്യങ്ങളും മറന്നു പോകും. വി ഫോർഗോട്ട് എവറിത്തിങ്. നമ്മുടെ ട്രേഡിംഗ് സിസ്റ്റം എന്താണെന്നോ, നമ്മൾ എന്ത് ഇൻഡിക്കേറ്ററാണോ യൂസ് ചെയ്തതെന്നോ, നമ്മൾ പ്രൈസ് ആക്ഷൻ ആണോ യൂസ് ചെയ്തതെന്നോ, നമ്മൾ ഓപ്ഷൻ ഇൻട്രസ്റ്റ് ആണോ യൂസ് ചെയ്തിരിക്കുന്നതെന്നോ, ഇതൊന്നും ഓർമ്മയുണ്ടാകില്ല. നിങ്ങൾ വേറൊരു ലോകത്തോട്ട് മാറിപ്പോകും, റൈറ്റ്? ആ ഒരു നമ്മളെല്ലാം മറന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് പോലും നമുക്കറിയില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്ത് പോകും, ബൈ എൻട്രി എടുക്കുന്നു, സെൽ എൻട്രി എടുക്കുന്നു, ദെൻ ഫൈനലി നമ്മൾ മാർക്കറ്റിനെ ബ്ലെയിം ചെയ്യും. അയ്യോ ലൈവ് മാർക്കറ്റ് വളരെ ഈസിയാണ് എന്ന് പറയും, വളരെ ഹാർഡാണെന്ന് പറയും, റൈറ്റ്? പിന്നെ നമുക്ക് പറയാം, പിന്നെ നമ്മൾ ഫോർ എക്സാമ്പിൾ നല്ലൊരു എൻട്രി ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ടാവും, റൈറ്റ്? പെട്ടെന്നൊരു റെഡ് ക്യാൻഡിൽ ഫോർമേഷൻ വന്നു, നമ്മൾ നല്ല സൂപ്പർ ബൈ എൻട്രി ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക, റൈറ്റ്? ആസ് പെർ നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് പഴയ ചാർട്ടിലൊക്കെ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു അടിപൊളി സെറ്റപ്പ് കിട്ടിയിട്ടുണ്ട്. ബൈ എൻട്രി എടുത്ത് 2 ക്യാൻഡിൽ ഗ്രീൻ ക്യാൻഡിൽ വന്നു, പെട്ടെന്നൊരു റെഡ് ക്യാൻഡിൽ വരുന്ന സമയത്ത്
നമ്മൾ എന്ത് ചെയ്യും? ഡൗട്ട് വരാൻ തുടങ്ങി. നമ്മുടെ കയ്യിലുള്ള സിസ്റ്റത്തിന് എല്ലാത്തിനെയും അങ്ങ് സംശയിക്കാൻ വേണ്ടി തുടങ്ങും. പേടിയാകും, ചിലപ്പോൾ എർലി എക്സിറ്റ് ഒക്കെ ചെയ്യും, ഈ കാര്യങ്ങൾ ചെയ്യും. നമ്മൾ അനാവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ അവിടെ എടുക്കും. കാരണം ഇപ്പം നമ്മൾ ഓഫ് മാർക്കറ്റിൽ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സ്ട്രാറ്റജി പ്രകാരം യെസ് ഇവിടുന്ന് ഒരു ബൈ എൻട്രി എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നു കണ്ടു. ബട്ട് ഈവൻ ആ ഒരു മാർക്കറ്റ് ക്ലോസ് ചെയ്ത ആ ഒരു ചാർട്ടിൽ പോലും അതിൻ്റെ ഇടയ്ക്ക് 2 ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ട് പിന്നീട് ഒരു റെഡ് ക്യാൻഡിൽ വന്നിട്ടുണ്ട്. പക്ഷേ ലൈവ് മാർക്കറ്റിൽ ആ ഒരു റെഡ് ക്യാൻഡിൽ ഫോർമേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ ആകെ പാനിക് ആകും. ബിക്കോസ് നിങ്ങൾ ലോജിക്കലി അല്ല നിങ്ങളുടെ മൈൻഡുള്ളത്, ഇമോഷണലി ആണ്. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് എക്സെട്രാ ഒരുപാട് കാര്യങ്ങൾ ഇനിയുണ്ട്. മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്തെന്നുള്ളൂ. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടാണ് ലൈവ് മാർക്കറ്റിൽ ഈസ് ഹാർഡ്. ലൈവ് മാർക്കറ്റിൽ ടെക്നിക്കൽ അനാലിസിസ് ഹാർഡ് ആവാനുള്ള കാരണം. റൈറ്റ്. അപ്പോൾ ഇതിനുള്ള സൊല്യൂഷൻ നമുക്ക് നോക്കാം. ഒരു 1-2 ടിപ്സ് ഞാൻ പറയാം. ഇതൊക്കെ ഞാൻ മുൻപ് ചെയ്തതാണ്. ഞാൻ പല വീഡിയോസിലായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ചെയ്ത കാര്യങ്ങൾ മാത്രമേ എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ എപ്പോഴും ഞാൻ ഷെയർ ചെയ്യാറുള്ളൂ. ഓക്കെ. അപ്പോൾ അതിൽ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്, പ്രീ പ്ലാൻ എവറിത്തിങ്. പ്രീ പ്ലാൻ എവറിത്തിങ്, എല്ലാ കാര്യങ്ങളും പ്രീ പ്ലാൻ ചെയ്തിരിക്കുക. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ശരി, ഒരു 1 to 2 ഇയർ എക്സ്പീരിയൻസ് ആണെങ്കിലും ശരി, അതിനേക്കാളും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ശരിയെങ്കിൽ നിങ്ങൾ പ്രീ പ്ലാൻ ചെയ്തിരിക്കണം. അതായത് പ്രീ പ്ലാൻ മീൻസ് എന്താണ് നിങ്ങളുടെ ഇന്നത്തെ വ്യൂ. റൈറ്റ്. ഇന്ന് എൻ്റെ വ്യൂ ബീറിഷ് ആണെങ്കിൽ ഞാൻ എവിടെ ബൈ എൻട്രി കൺസിഡർ ചെയ്യും, എവിടെ സെൽ എൻട്രി കൺസിഡർ ചെയ്യും, ബീറിഷ് ആണെങ്കിൽ, ബുളിഷ് ആണെങ്കിൽ, ആൻഡ് ഏതാണ് ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ് ലെവൽ, ഏതാണ് ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവൽ, എവിടെയാണ് എൻ്റെ വ്യൂ ചേഞ്ച് ചെയ്യുക. നമ്മളെപ്പോഴും ഒരു വ്യൂ മാത്രം ഫിക്സ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല അല്ലേ. നമുക്ക് ആ ഒരു വ്യൂ മാറും. നമ്മളെപ്പോഴും മാർക്കറ്റ് ഫ്ലെക്സിബിൾ കൂടി ആയിരിക്കണം. ഒരേ എൻ്റെ വ്യൂ ബൈ എൻട്രി ആണ്, ബുള്ളിഷ് ആണ്, അതുപോലെ ബൈ മാത്രമേ നോക്കില്ല. ചിലപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് ആ സ്ട്രക്ചർ മാറി ബീറിഷിലോട്ട് വരികയും ചെയ്യും. അപ്പോൾ എന്താണ് നമ്മൾ നോക്കേണ്ടത്? യെസ്, ഇന്ന പോയിന്റ് വരുന്ന സമയത്ത്, ഇന്ന പോയിന്റ് താഴെ വരുന്ന സമയത്ത് എൻ്റെ വ്യൂ മാറി ബീറിഷിലോട്ട്. അങ്ങനെ നമ്മൾ ഫ്ലെക്സിബിൾ കൂടി ആയിരിക്കണം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒരു പ്രീ പ്ലാൻ നമ്മൾ തയ്യാറാക്കിയിരിക്കണം. ഓക്കെ. അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്നതാണ്, ലൈവ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ തീരുമാനങ്ങൾ, ഡിസിഷൻ എടുക്കാനുള്ള സ്ഥലമല്ല. അത് നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത ആ ഒരു പ്രീ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ള സ്ഥലമാണ്. നിങ്ങൾ ഈ ഒരു സെൻറ്റൻസ് ഒന്ന് ഓർത്താൽ മതി. ലൈവ് മാർക്കറ്റ് ഡിസിഷൻ എടുക്കാനുള്ള സ്ഥലമല്ല, നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത ആ ഒരു പ്രീ പ്ലാൻ അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള സ്ഥലമാണ്. നിങ്ങളുടെ മനസ്സിൽ ഇത് എല്ലാ ദിവസവും പറഞ്ഞിട്ട് നിങ്ങൾ മാർക്കറ്റിൽ വരിക. മാർക്കറ്റിൽ വരുന്നതിന് മുമ്പ്, അതായത് നിങ്ങളുടെ ബ്രോക്കറിൻ്റെ ടെർമിനൽ ഓപ്പൺ ചെയ്യുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ഈ ഒരു പ്രീ പ്ലാൻ തയ്യാറാക്കിയിരിക്കണം. എങ്കിൽ മാത്രം ട്രേഡിംഗ് എടുക്കുകയുള്ളൂ എന്നുള്ള റൂൾ ക്രിയേറ്റ് ചെയ്തേക്കും. റൈറ്റ്. നിങ്ങൾക്ക് ട്രേഡിംഗ് വ്യൂ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ടെക്നിക്കൽ അനാലിസിസ് ഒക്കെ ചെയ്ത് ഒരു പ്രീ പ്ലാൻ തയ്യാറാക്കാം. അത് കഴിഞ്ഞിട്ട് ബ്രോക്കറിൻ്റെ ഓപ്പൺ ചെയ്ത് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് അവിടെ ട്രേഡ് എടുക്കാം. ആ ബ്രോക്കറിൻ്റെ ടെർമിനൽ ഓപ്പൺ ചെയ്യുന്നതിന് മുൻപ് നിങ്ങളുടെ കയ്യിലൊരു പ്രീ പ്ലാൻ ഉണ്ടായിരിക്കണം. അത് എക്സിക്യൂട്ട് ചെയ്യുക എന്നതായിരിക്കണം നിങ്ങളുടെ അന്നത്തെ ആ ഒരു ദൗത്യം. ആ രീതിയിൽ ചെയ്യാം. ഇത് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ട്രേഡിങ്ങിലോട്ട് കൊണ്ടുവരും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ബിഗിനിങ് ലെവലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഒരു ഇൻ്റർമീഡിയറ്റ് ട്രേഡർ, റൈറ്റ്, മാർക്കറ്റിൽ അത്യാവശ്യം ചെറിയൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരു ഇൻ്റർമീഡിയറ്റ് ട്രേഡേഴ്സ് ഉണ്ട്. ജസ്റ്റ് എ സെക്കൻഡ്. യെസ്, മാർക്കറ്റിൽ അത്യാവശ്യം എക്സ്പീരിയൻസ് ഇല്ല, നമുക്ക് ഒരു ഇൻ്റർമീഡിയറ്റ് ട്രേഡേഴ്സ് എന്ന് പറയാം. അപ്പോൾ അവർ നോർമലി ചെയ്യുന്നത് ഇപ്പോൾ നല്ല രീതിയിൽ ടെക്നിക്കൽ അനാലിസിസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിരിക്കും. ഓക്കെ. സോ ഫോർ എക്സാമ്പിൾ അവർ പ്ലാൻ ചെയ്യും, ഓക്കെ ഇതൊരു റെസിസ്റ്റൻസ് ലെവലാണ്, ഈ ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത് ആയിരിക്കണം എൻ്റെ എൻട്രി പ്ലാൻ ചെയ്യുന്നത്. റൈറ്റ്. പക്ഷേ അവർ നോർമലി ആ ഒരു റെസിസ്റ്റൻസ് ലെവലിലോട്ട് വരുന്ന മൂവ്മെൻറ്റുകൾ കാണുന്ന സമയത്ത്, റെസിസ്റ്റൻസ് ലെവലിലോട്ട് വരുന്ന ക്യാൻഡലിസ്റ്റിക് ഫോർമേഷനും ഈ കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഓടിക്കേറി, ചിലപ്പോൾ വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ ഓടിക്കേറിയ ഒരു ട്രേഡുകൾ കൺസിഡർ ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് കാണുന്ന സമയത്ത് ചിലപ്പോൾ ഓടിക്കേറിയ ട്രേഡുകൾ കൺസിഡർ ചെയ്യാനുള്ള ടെൻഡൻസികളുണ്ട് പല ആൾക്കാർക്കും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഞാൻ എപ്പോഴും പറയുന്നത്, ഞാൻ മുൻപ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വിജയിച്ച ഒരു കാര്യമാണ് സെറ്റ് ആൻഡ് അലർട്ട്. നമുക്ക് ഇപ്പോൾ എല്ലാ ബ്രോക്കേഴ്സിൻ്റെയും അക്കൗണ്ടിൽ അലർട്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ലെവലിന് കുറച്ച് മുമ്പായിട്ട് നമുക്കൊരു അലർട്ട് സെറ്റ് ചെയ്യാം. ഈ ലെവൽ ക്രോസ് ചെയ്യുവാണെങ്കിൽ എന്താ നോർമലി നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ആ ഒരു സമയത്ത് മാത്രം ക്യാൻഡൽസ്റ്റിക് ചാർട്ട് വാച്ച് ചെയ്യുക, മാർക്കറ്റ് വാച്ച് ചെയ്യുക. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ അനാവശ്യമായിട്ട് നമ്മൾ ഓരോ ക്യാൻഡിലും വാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് അനാവശ്യമായിട്ടുള്ള ഇമോഷണൽ തിങ്കിങ് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പം ആ ഒരു ലെവലിലോട്ട് വരുന്ന സമയത്ത് മാത്രം മാർക്കറ്റ് വാച്ച് ചെയ്യുക. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ഞാൻ എൻ്റെ ഒരു പഴയ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ കാര്യങ്ങളാണ് മുൻപ് സ്റ്റോക്കിൽ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത്. റൈറ്റ്. ആൻഡ് അപ്പോൾ അതൊരു സിസ്റ്റമാറ്റിക്, നമ്മുടെ ഇമോഷണൽ തിങ്കിങ്ങിന് മാറി നമുക്ക് അവിടെ എന്താണ്, നമ്മുടെ വികാരങ്ങളൊക്കെ മാറി നമ്മൾ ആ അലർട്ടുകൾ വിശ്വസിച്ചാൽ മാത്രം മതി. ഓക്കെ. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡ്യൂസ് പൊസിഷൻ സൈസിങ്, അല്ലെങ്കിൽ റെഡ്യൂസ് പൊസിഷൻ സൈസിങ് പല ആൾക്കാരും ചെയ്യാത്തൊരു കാര്യമാണ്. ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രമേ എപ്പോഴും ട്രേഡുകൾ കൺസിഡർ ചെയ്യൂ.
വലിയ ക്വാണ്ടിറ്റിയിൽ ട്രേഡുകൾ കൺസിഡർ ചെയ്യാതിരിക്കുക. നിങ്ങൾ അത്യാവശ്യം എക്സ്പീരിയൻസ് ആയിട്ട് മാത്രം ചെയ്യാം. വേറൊരാൾ വലിയ ക്വാണ്ടിറ്റി എടുത്തു, ഇന്ന യൂട്യൂബർ വലിയ ക്വാണ്ടിറ്റി എടുത്തു, എന്നാൽ പോലെ എനിക്ക് ഒന്ന് എടുത്ത് ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ അങ്ങനെയൊന്നും നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആകാൻ വേണ്ടി പറ്റില്ല. മാർക്കറ്റ് വളരെ ടഫ് ആയിട്ടുള്ളൊരു ഫീൽഡാണ്. അപ്പോൾ ഏറ്റവും ചെറിയ പൊസിഷൻ സൈസിങ് തന്നെ അറ്റ്ലീസ്റ്റ് ഒരു 1 ഇയർ 1 to 2 ഇയർ, ഞാൻ 1 ഇയർ മിനിമം ഞാൻ പറഞ്ഞു, ആ ഒരു ചെറിയ പൊസിഷൻ സൈസിൽ ട്രേഡ് ചെയ്യുക കൺസിഡർ ചെയ്യും. അവിടെ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ മാർക്കറ്റിനെ പഠിക്കുകയാണ് ചെയ്യുന്നത്. വലിയ ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ ട്രേഡ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ 1-2 ദിവസം കൊണ്ട് വലിയ നഷ്ടങ്ങൾ വരും. അപ്പോൾ അത് നിങ്ങൾ പിന്നീട് ട്രേഡ് എടുക്കാൻ വേണ്ടി പേടിയായിരിക്കും. പിന്നീട് നിങ്ങൾക്ക് ഞാൻ എപ്പോഴും എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ട്രേഡിങ്ങിൽ സക്സസ് ആവണമെങ്കിൽ എക്സ്പീരിയൻസ് വേണം. എല്ലാവർക്കും ശരിയാണ്. എക്സ്പീരിയൻസ് വേണമെങ്കിൽ നമ്മൾ ട്രേഡുകൾ കൺസിഡർ ചെയ്യണം. ട്രേഡുകൾ കൺസിഡർ ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ ക്യാപിറ്റൽ വേണം. ക്യാപിറ്റലിൽ പിന്നെ എവിടെയാണ് നമ്മൾ ട്രേഡുകൾ കൺസിഡർ? പേപ്പർ ട്രേഡിംഗ് നമുക്ക് ഒരു പരിധി വരെ ചെയ്യാം, ബട്ട് സ്റ്റിൽ റിയൽ എക്സ്പീരിയൻസ് വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ് അല്ലേ? അതാണ് മെയിൻ ആയിട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് വലിയ പൊസിഷൻ സൈസിങ് എടുത്ത് ക്യാപിറ്റൽ നഷ്ടപ്പെടുന്നതിന് പകരം ചെറിയ ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ട്രേഡ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് നമുക്ക് മാർക്കറ്റിൽ അനാവശ്യമായിട്ടുള്ള പേടികളൊക്കെ നമുക്ക് ഒഴിവാക്കാനും നല്ല രീതിയിൽ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻ്റ് ഒക്കെ നമുക്ക് ബിൽഡപ്പ് ചെയ്ത് വരും. റൈറ്റ്. അപ്പം ആ ഒരു ചെറിയ പൊസിഷൻ സമയം എടുക്കുന്ന സമയത്ത് എപ്പോഴും ആ ഒരു പേടിയൊക്കെ കുറഞ്ഞാണ് വരുന്നത്. ആൻഡ് നിങ്ങൾ ആരും ഒന്നും തെളിയിപ്പിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. വലിയ പ്രോഫിറ്റ് എടുക്കുന്ന ആരും ഒന്നും തെളിയിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മാർക്കറ്റിൽ ആരോടും ഒരു കോമ്പറ്റീഷൻ്റെ ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, മാർക്കറ്റിൽ നിന്ന് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചെറിയ പൊസിഷൻ സൈസ് എടുത്തിട്ട് മാത്രം എപ്പോഴും ട്രേഡുകൾ കൺസിഡർ ചെയ്യുക. പിന്നെ മൂന്നാമത്തെ പറയേണ്ട ഒരു കാര്യമാണ്, പല ആൾക്കാർക്കും കൂടുതൽ കൺഫ്യൂഷൻ തരുന്ന ഒരു കാര്യമാണ് മാർക്കറ്റിൽ നമ്മളൊരു ട്രേഡിംഗ് സിസ്റ്റം ഇന്ന് യൂസ് ചെയ്തിട്ട് നാളെ വേറെ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാതിരിക്കാം. സെയിം സിസ്റ്റം യൂസ്, സെയിം സെറ്റപ്പ് യൂസ്, അല്ലെങ്കിൽ 1 സെറ്റപ്പ് ഫോർ 30 അറ്റ്ലീസ്റ്റ് 30 ഡേയ്സ്. ഒരു 30 ദിവസമെങ്കിലും, ഞാൻ മിനിമം ആണ് പറയുന്നത്, മിനിമം ഒരു 30 ദിവസമെങ്കിലും നിങ്ങൾ സെയിം സെറ്റപ്പ് യൂസ് ചെയ്യുക. ഇന്നൊരു ട്രേഡ് എടുത്തു, ഇന്ന് ഞാൻ CPR ബേസ്ഡ് ട്രേഡ് എടുത്തു, ബട്ട് അത് ലോസ് വന്നു. അപ്പോൾ ഞാനിങ്ങനെ സോഷ്യൽ മീഡിയ നോക്കുന്ന സമയത്ത് ഒരാൾ പറഞ്ഞു CPR ഒക്കെ വർക്ക് ചെയ്യില്ല, പ്രൈസ് ആക്ഷൻ പഠിക്കാം. അപ്പോൾ അങ്ങനെ പിറ്റേ ദിവസം പ്രൈസ് ആക്ഷനിലോട്ട് പോയി. പ്രൈസ് ആക്ഷനിലോട്ട് വരുന്ന സമയത്ത് അവിടെയും നഷ്ടം. അപ്പോൾ വീണ്ടും വേറൊരു യൂട്യൂബർ പറഞ്ഞു ഇതൊന്നും പോരാ, സ്മാർട്ട് മണി ഉണ്ട്, അതാണ് ബെസ്റ്റ്. എന്നാൽ പിന്നെ സ്മാർട്ട് മണി പഠിച്ചിട്ടുള്ള കാര്യം. അങ്ങനെ അത് പഠിച്ചു, അതിലും ലോസ് വന്നു. അങ്ങനെ ഒരു പ്രത്യേകിച്ച് അതിനും ഫോക്കസ് ചെയ്യാതെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് അവിടെ കാര്യമൊന്നുമില്ല. നിങ്ങൾ അതിൽ നിന്നൊന്നും പഠിക്കാനും വേണ്ടി പോകുന്നില്ല. ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഒരുപാട് കൺഫ്യൂഷൻ തരാ എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിൽ പറയും. അപ്പോൾ ഏതെങ്കിലും ഒരു സിമ്പിൾ സെറ്റപ്പ് നിങ്ങൾ എടുക്കുക. ഇഷ്ടംപോലെ സെറ്റപ്പുകൾ ഇപ്പോൾ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അതിൽ ഇഷ്ടംപോലെ സെറ്റപ്പുകളുണ്ട്. എടുക്കുക, പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എടുക്കുക, പ്രാക്ടീസ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് 30 ഡേയ്സ് കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾക്ക് അതിനെപ്പറ്റി അനലൈസ് ചെയ്യാൻ വേണ്ടി നിൽക്കാൻ വേണ്ടി പാടും. ചിലപ്പോൾ 30 ഡേയ്സ് നിങ്ങൾക്ക് ഓവറോൾ നഷ്ടം കാര്യം ഉണ്ടായിരിക്കാം. ദാറ്റ്സ് ഫൈൻ, അത് അക്സെപ്റ്റ് ചെയ്യുക. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് അവിടെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പറ്റും. അല്ലാതെ നിങ്ങൾ ഇന്നൊരു സെറ്റപ്പ് എടുത്തു, നാളെ ഒരു സെറ്റപ്പ് എടുത്ത് അവിടെ നിങ്ങൾ പഠിക്കാനും വേണ്ടി പറ്റുന്നില്ല. നിങ്ങളുടെ സമയവും നഷ്ടപ്പെടും, ആൻഡ് ഓൾസോ പണവും നഷ്ടപ്പെടും. റൈറ്റ്. അപ്പോൾ ആ ഒരു കാര്യം വേണ്ടി ശ്രമിക്കാം. പിന്നെ നമുക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്സെപ്റ്റ് ഇംപെർഫെക്ഷൻ. അതായത് എല്ലാവരും കറക്റ്റായിട്ട് പെർഫെക്ഷൻ ഒന്നും അല്ലേ? നമ്മൾ ഹ്യൂമൻസ് ആണ്, നമ്മൾ ഒരുപാട് മിസ്റ്റേക്കുകൾ ചെയ്യും. റൈറ്റ്. മാർക്കറ്റാണ് എപ്പോഴും സുപ്രീം, ആൻഡ് നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക. നമുക്ക് എപ്പോഴും എല്ലാ ട്രേഡും കറക്റ്റായിട്ട് വരില്ല. ലോസ് ഇതിൻ്റെ പാർട്ടാണ്. നമുക്ക് എല്ലാ ട്രേഡിങ്ങിലും പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി പറ്റില്ല. നമ്മൾ തെറ്റുകൾ വരുത്തും. ഇതൊക്കെ നമുക്ക് കോമൺ ആണ്. അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മൾ കൊണ്ടുവന്നിരിക്കുക. നമ്മൾ ലോസ് വന്നോടെ നമുക്ക് കൺസിസ്റ്റൻസിയാണ് നമുക്ക് ആവശ്യം, സ്ഥിരതയാണ് നമുക്ക് ആവശ്യം. റൈറ്റ്. അപ്പോൾ ആ ഒരു കാര്യം ഓർത്തിരിക്കുക. പിന്നെ നമുക്ക് വേറൊരു സിമ്പിൾ ടിപ്പ് പറയാനാണെങ്കിൽ, ഇപ്പം നിങ്ങൾ മൾട്ടിപ്പിൾ ട്രേഡ്സ് എടുക്കുന്ന ആളാണെങ്കിൽ, നിങ്ങൾ 1, 2, 3 ഒരു ദിവസം 3 ട്രേഡൊക്കെ എടുക്കുന്ന ആളാണെങ്കിൽ, ഓരോ ട്രേഡിന് ശേഷം ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. റൈറ്റ്. ബ്രേക്ക് എടുക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ചിലപ്പം ഫസ്റ്റ് ട്രേഡ് ചിലപ്പോൾ ലോജിക്കൽ മാറി ചിലപ്പോൾ ഇമോഷണലി ആയിരിക്കും ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടാകുക. ദാറ്റ് ഫൈൻ, ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു 5 മിനിറ്റ് ബ്രേക്ക് നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് വീണ്ടും അത് മനസ്സിലാക്കി തിരിച്ച് നമ്മുടെ ബ്രെയിൻ വീണ്ടും ഒരു ലോജിക്കിലോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അല്ലാതെ ഒരു ട്രേഡ് എടുത്ത് നെക്സ്റ്റ് ട്രേഡ് ഇമ്മീഡിയറ്റ്ലി എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കുക അത് ഇമോഷണൽ ബേസ്ഡ് ആണ് എന്നുള്ളത്. ഇറ്റ്സ് നോട്ട് ലോജിക്കൽ ട്രേഡ്, ഇമോഷണൽ ബേസ്ഡ് ആണ്. ഒരു ട്രേഡ് എടുത്ത് കഴിഞ്ഞിട്ട് ലോസ് ബുക്ക് ചെയ്തു, ഇമ്മീഡിയറ്റ്ലി റിവേഴ്സ് പൊസിഷൻ. അത് ബൈ എൻട്രി എടുത്ത് ലോസ് വന്ന സമയത്ത് റെഡ് ക്യാൻഡിൽ കാണുന്ന പിന്നെ സെൽ എൻട്രി എടുക്കാം, അതും ഡബിൾ പൊസിഷൻ. അത് ഇമോഷണൽ ബേസ്ഡ് ട്രേഡിംഗ് ആണ്, ഒരിക്കലും ഒരു ലോജിക്കൽ വേ ഓഫ് തിങ്കിങ് അല്ല എന്ന് മനസ്സിലാക്കുക. അത് നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെയിൻ ഒന്ന് റീസെറ്റ് ചെയ്യാനും അത് ലോജിക്കൽ തിങ്കിങ്ങിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ 5 മിനിറ്റ് ബ്രേക്ക് നിങ്ങൾ എടുത്തിരിക്കുക. 1, 2, 3 ഒരു ദിവസം മൾട്ടിപ്പിൾ ട്രേഡ് എടുക്കുന്ന ആളാണെങ്കിൽ, ഞാൻ പേഴ്സണലി ഒരു ട്രേഡ് മാത്രമേ എടുക്കാറുള്ളൂ. ഓക്കെ. അപ്പോൾ ഈ കാര്യങ്ങളാണ് നിങ്ങളൊന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ആൻഡ്
ഡെഫിനറ്റ്ലി ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് അക്കൗണ്ടുകളൊക്കെ ചിലപ്പോൾ വൈപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ടാവും, അല്ല ഒരുപാട് സങ്കടങ്ങൾ വന്നിട്ടുണ്ടാവും, ചില ആൾക്കാർ കരഞ്ഞിട്ടുണ്ടാവും, റൈറ്റ്? ഇതൊക്കെ നിങ്ങൾ ഒറ്റക്കല്ല, നിങ്ങൾ ഒരുപാട് പേര് ഇതേ കാര്യങ്ങളിൽ സ്റ്റക്ക് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ട്. ആൻഡ് ഇപ്പം എനിക്ക് ഈ ഒരു വീഡിയോ ഇതുവരെ കാണുന്ന ആൾക്കാർക്ക് എനിക്കറിയാം അവർക്കൊരു ആഗ്രഹമുണ്ട്, അല്ല ഈ കാര്യങ്ങളൊക്കെ, ഈ മിസ്റ്റേക്കുകളൊക്കെ ഒന്ന് ഒഴിവാക്കണം എന്നുള്ള ആഗ്രഹങ്ങൾ കൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇതുവരെ ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടാകുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിലും ഡെഫിനറ്റ്ലി ഒരു ലൈക്ക് ചെയ്യുക, ഒരു കമൻറ്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. സോ ബൈ ബൈ, താങ്ക് യു.